മലയാള സിനിമയിൽ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക്. ഇത്തവണ ഫെഫ്ക ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണന്റെ വിമർശന ശരങ്ങൾ ചെന്നു തറച്ചിരിക്കുന്നത് നടൻ ബിജു മേനോന്റെ നേർക്കാണ്. വെറുമൊരു ആരോപണമല്ല, നിർമ്മാതാവിന് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തി വെച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചത്. സിനിമയുടെ പ്രമോഷൻ പരിപാടികളിൽ സഹകരിക്കാത്തത് മൂലം ഒരു നിർമ്മാതാവിന് മാത്രം 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്നും കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. വേതനം വാങ്ങുന്ന കാര്യത്തിൽ കാണിക്കുന്ന കണിശയുടെ 10% സിനിമയുടെ പ്രമോഷനിൽ കാണിക്കണ്ടേ എന്ന ഉണ്ണികൃഷ്ണന്റെ ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജിത്തു ജോസഫ് ചിത്രത്തിന്റെ പ്രമോഷനിലും താരം പങ്കെടുത്തില്ലെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ ഈ പരസ്യ വിമർശനത്തിന് പിന്നിൽ മറ്റൊരു കഥയുണ്ടെന്നാണ് സിനിമാ ലോകത്തെ സംസാരം. ഉണ്ണികൃഷ്ണനും ബിജു മേനോനും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്നത് പരസ്യമായ ഒരു രഹസ്യമാണ്. ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതിയ 2 സിനിമകളിൽ മാത്രമാണ് ബിജു മേനോൻ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധായകനായ ശേഷം ഇതുവരെ ഒരു ബിജു മേനോൻ ചിത്രം പോലും സംഭവിച്ചിട്ടില്ല. അഭിനേതാക്കളുടെ നിസ്സഹകരണം മൂലം സിനിമയുടെ ചിത്രീകരണം നീണ്ടുപോകുന്നതും വലിയ ബാധ്യതയാകുന്നുണ്ടെന്ന് ഫെഫ്ക ചൂണ്ടിക്കാട്ടുന്നു. 1 ലക്ഷത്തിനു മുകളിൽ ശമ്പളം വാങ്ങുന്ന എല്ലാ താരങ്ങളും പുതിയ സേവന വേതന കരാറിൽ ഒപ്പിടണമെന്ന നിർദ്ദേശം വന്നതിന് തൊട്ടുപിന്നാലെയാണ് ബിജു മേനോനെതിരെ ഇത്തരമൊരു ആഞ്ഞടി ഉണ്ടായിരിക്കുന്നത്. പഴയ പിണക്കങ്ങൾ തീർക്കാൻ കിട്ടിയ ഒരവസരം ഉണ്ണികൃഷ്ണൻ കൃത്യമായി ഉപയോഗിച്ചതാണോ, അതോ സിനിമയുടെ നന്മ ലക്ഷ്യമാക്കിയുള്ള ഒരു തുറന്നുപറച്ചിലാണോ ഇത്?